ഹരിയോം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും NSK ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിലായ്യപ്പൻ. ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ 11ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ പാഠത്തിന്റെ പേര് സത്യവും ശരിയും എന്നാണ്. ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇതിലെ 1ാമത്തെ ക്വസ്റ്റ്യന് എന്താണ് സത്യം, 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ശരി. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന എന്താണ് സത്യം. സത്യത്തിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ഒരു നിർവചനമുണ്ട്. സത്തായിരിക്കുന്നത് എന്താണോ അതാണ് സത്യം. സത്തായിട്ടിരിക്കുന്നത് എന്താണോ അതാണ് സത്യം. ഈ സത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് സത്ത്, ആപ്പിൾ സത്ത്, ഇങ്ങനെ പല സത്തുകളും, മുന്തിരി സത്ത് എന്നൊക്കെ പറഞ്ഞ് പല സത്തുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതും ഒരു സത്ത് തന്നെയാണ്. ഉദാഹരണമായിട്ട് നമ്മൾ സസ്യങ്ങളുടെ കാര്യം എടുക്കും. ഓറഞ്ച് ഞെക്കിപ്പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ജ്യൂസ് നമുക്ക് കിട്ടും, ഒരു നീര്, അതിന്റെ ഓറഞ്ച് നീര് കിട്ടും. അതാണ് അതിന്റെ സത്ത് എന്ന് പറയുന്നത്. കാരണം അതിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്, പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ഒരു ടേസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മുന്തിരി ആയാലും അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് രണ്ടിന്റെ ടേസ്റ്റ് ഒരിക്കലും ഒരുപോലെയല്ല. ആപ്പിൾ ആയാലും അങ്ങനെ തന്നെ. അപ്പൊ ഏതൊരു സസ്യം എടുത്താലും അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ പാവയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കയ്പ് നീര്, അതാണ് അതിന്റെ സത്ത്. കരിമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മധുരം, അതാണ് അതിന്റെ സത്ത്. അത് സസ്യങ്ങളുടെ കാര്യത്തില്. ഇനി ജന്തുക്കളുടെ കാര്യത്തിൽ നമ്മൾ എടുത്താലോ, ഇനി പശുവിനെ എടുക്കുക. ഈ പശു ഏത് നിറത്തിലുള്ളതായാലും പാൽ ഒരു നിറമാണെന്ന് നമുക്കറിയാം. പാലിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്, അതെപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ആടായാലും ആടിന്റെ പാലും പശുവിന്റെ പാലും ഒരുപോലല്ല. അപ്പം പശുവിന്റെ പാലിന്റെ സത്തല്ല ആടിന്റെ പാലിന്റെ സത്ത്. കോഴിയും താറാവും നമുക്ക് മുട്ട തരുന്നുണ്ട്. കോഴിയുടെ മുട്ടയുടെ ടേസ്റ്റ് അല്ല താറാവിന്റെ മുട്ടയുടെ ടേസ്റ്റ്. അപ്പൊ ഇതിന്റെ എല്ലാം സത്ത് വ്യത്യസ്തമാണ്. ഇറച്ചിയായാലും ഞാൻ ഇതിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. ഇറച്ചിയായാലും വ്യത്യസ്തമാണ്, അതിന്റെ മാംസം വ്യത്യസ്തമാണ്. അപ്പൊ ഇതിനെല്ലാം ഓരോന്നിനും ഓരോ സത്തുണ്ട്, ഒരു സത്യമുണ്ട് അതിനകത്ത്. അതിന് പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. അത് പട്ടിയായാലും പട്ടിക്കൊരു ക്വാളിറ്റി ഉണ്ട്. അത് ഏത് തരം പട്ടിയായാലും അതിന്റെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ ലോയൽറ്റി, അതായത് വിശ്വസ്തതയാണ്. യജമാനോട് കാണിക്കുന്ന വിശ്വസ്തതയാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രകൃതിയിൽ ഏതൊരു വസ്തു എടുത്താലും നമുക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി കാണാൻ കഴിയും. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ജീവനില്ലാത്തവരെ കുറിച്ച് പറയാം. സൂര്യന് ക്വാളിറ്റി ഉണ്ട്. കത്തിജ്വലിച്ച് നിൽക്കുന്ന, ചൂടും വെളിച്ചവും തകരുന്നതാണ് ആ സൂര്യന്റെ സത്തെന്ന് പറയുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്നത് തണുപ്പാണ്, ശീതളമാണ്. രാത്രിയിൽ നമുക്ക് വെട്ടം തരുന്നുണ്ട്. പിന്നെ സസ്യജാലങ്ങളുടെ വളർച്ചയെ സഹായിക്കാൻ ചന്ദ്രൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാറകളായാലും പലതരത്തിലുള്ള പാറകളെ കുറിച്ചാണ് നമ്മൾ ഗ്രാനൈറ്റുകളായാലും ഏതെല്ലാം തരത്തിലുള്ള പാറകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവയ്ക്കെല്ലാം പ്രത്യേകം ഒരു സത്തുണ്ട്, ഒരു ക്വാളിറ്റി അതിനകത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഒന്നിന്റെ ക്വാളിറ്റി അല്ല മറ്റതിന്. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് സ്വർണം. അത് ലോഹങ്ങള്, ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ് സ്വർണം എന്ന് പറയുന്നത്. സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത്. അതുകൊണ്ടാണ് മൂല്യമുള്ള ഭഗവാന്മാരെല്ലാം ഒരുപാട് സ്വർണ്ണം അണിയുന്നത്. കാരണം ഭഗവാന്മാർക്കൊക്കെ സ്വർണ്ണം അണിയാൻ ഭയങ്കര താല്പര്യം. കാരണം ഏറ്റവും മൂല്യമുള്ള വസ്തു ഏറ്റവും മൂല്യമുള്ളവർ ഇടണമെന്നുള്ളതാണ്. അവരുടെ മൂല്യം കൂടുകയാണ് അതിൽ കൂടെ. അപ്പം സ്വർണത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം അതിന്റെ മൂല്യം, ഒന്നാമത് അതിന്റെ തിളക്കം, പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതിന് യാതൊരു